ഹലോ, വെൽക്കം ടു ത്രെഡ്സ് വേൾഡ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നൈറ്റിയുടെ കട്ടിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണിത്. ആദ്യം തന്നെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ നെക്കിൻ്റെ പോർഷനാണ്. അപ്പോൾ അവിടെ പൈപ്പിംഗ് ആണ് കൊടുക്കുന്നത്. ഈ ഒരു മാക്സിയുടെ തുണിയിൽ പച്ച കളർ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പൈപ്പിങ്ങിനും ആ ഒരു കളർ തന്നെ മാച്ചാക്കി എടുത്തത്. അപ്പോൾ ആ ഒരു ക്രോസ് പീസ് ജോയിൻ ചെയ്തെടുക്കുക. ഇനി അത് ആ ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. ഇനി അത് മറ്റൊരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേലേക്ക് വേണം ഇത് വെച്ച് കൊടുക്കാൻ വേണ്ടി. ഇനി അതൊന്ന് ലെവൽ ചെയ്തെടുക്കുക. അതിനുശേഷം ലേസ് വെച്ച് കൊടുക്കുക. ഇനി അത് തിരിച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ പൈപ്പിംഗ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ കോണ് പോലെ വരുന്ന ഭാഗത്തൊക്കെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ വലിഞ്ഞു നിൽക്കാതെ കറക്റ്റായി ഒരു പൈപ്പിംഗ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇതുപോലെ മറ്റൊരു സൈഡും ചെയ്തെടുക്കുക. ഇനി ആ ഒരു രണ്ട് ഭാഗവും നല്ല വശത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം വെച്ച് മേലെ കൂടെ സ്റ്റിച്ചിട്ട് കൊടുക്കാൻ. അതിനുശേഷം കട്ട് ചെയ്ത് വേണം തിരിച്ചിട്ട് നല്ല വശത്തേക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് പോലെ ചെയ്തെടുക്കാം.
ഇനി അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ചിട്ട് കൊടുക്കുക. ആ ഒരു സിബ് വെക്കുന്ന ഭാഗത്ത് കറക്റ്റായി വരുന്നുണ്ടോയെന്ന് കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സിബ് വെക്കേണ്ടത് നോക്കാം. അപ്പോൾ അതിനായിട്ട് സെൻറ്റർ ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സിബ് വെക്കാം. അപ്പോൾ ഇതുപോലെ സിബ് ഓപ്പൺ ചെയ്തെടുത്തതിന് ശേഷം ഒരു ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം സിബ് ഒന്ന് ക്ലോസ് ആക്കി കറക്റ്റായി രണ്ടും ലെവൽ ചെയ്തെടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് വരാം. അപ്പോൾ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് ഇനി അതിൻ്റെ മേലെ കവർ ചെയ്യാനുള്ളൊരു പീസാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് അത്ര വലിയ പീസൊന്നുമല്ല, ജസ്റ്റ് ഒരു സിബ് കവർ ചെയ്യാൻ മാത്രമാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി അത് മാക്സിയുടെ റൈറ്റ് ഭാഗത്ത് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടി. അതായത് നമ്മൾ മാക്സി ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെച്ച് നോക്കുമ്പോൾ വലത് വശത്തായിരിക്കണം വെച്ച് കൊടുക്കാൻ വേണ്ടി. ഈ ഒരു സ്റ്റിച്ച് ഇട്ടതിന് ശേഷം തിരിച്ചിടുക. അതിനുശേഷം സിബ് എവിടെ വരെയാണോ അവിടെ നിന്ന് ആയിരിക്കണം ആ ഒരു സ്റ്റിച്ചിട്ട് വരേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ തൊട്ടാണ് സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇവിടെ പല ഡിസൈനിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റിച്ച് മാത്രമാണ് കൊടുക്കുന്നത്. ജസ്റ്റ് സിബ് കവറാകുന്നത് മാത്രമാണ് ഞാനിവിടെ നോക്കുന്നുള്ളൂ. ഇത്രയുമാണ് ഫ്രണ്ട് ഭാഗത്ത് ചെയ്യാനുള്ളത്. ഇനി ബാക്ക് വശത്തിൻ്റെ നെക്കിൻ്റെ പൈപ്പിംഗ് നോക്കാം. അതിനായിട്ട് ക്രോസ് പീസ് ജോയിൻ ചെയ്തെടുക്കാം. ഇനി അത് ബാക്ക് വശത്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം നെക്ക് ഫിനിഷ് ചെയ്യുന്നതിന് മുൻപായി ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം.
ഇനി നെക്ക് ഫിനിഷ് ആക്കാം. അടുത്തത് രണ്ട് ഭാഗത്തും സ്ലീവ് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സ്ലീവിൻ്റെ മാത്രമാണ് കാണിക്കുന്നത്. ഇവിടെ സ്ലീവ് വെക്കുന്ന സമയത്ത് സെൻറ്റർ ഭാഗത്തുനിന്ന് ഒരു ഭാഗം വെച്ചതിന് ശേഷം മറ്റൊരു ഭാഗം ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുക. ഇതേപോലെ സെൻറ്റർ ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗവും ഫിനിഷ് ചെയ്യാം. ഇനി സൈഡ് ജോയിൻ ചെയ്യാം. അതിനുശേഷം താഴത്തെ ഭാഗവും കൂടെ മടക്കി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു മാക്സിയുടെ സ്റ്റിച്ചിങ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും.